സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ കനത്ത മഴ തുടരും. ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതപ്പേറ്റിൽ 62 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി. പൈങ്കുളം ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങളിലെ പണം കവർന്നു. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിൽ നിന്ന് കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് പതിവായി മാറി. H1N1 ബാധിച്ച് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പൊന്നാനി സ്വദേശിനി അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ സൈഫുന്നിസയാണ് മരിച്ചത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. മലയോരത്ത് മഴ തുടരുന്നതിനാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. 3.25 മീറ്ററാണ് പുഴയിലെ നിലവിലെ ജലനിരപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 45.33 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ബുധനാഴ്ച മാത്രം 19 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ജില്ലയിൽ കനത്ത മഴയിൽ 62 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. 21 കുടുംബങ്ങളിൽ നിന്നുള്ള 75 പേരെ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ പെരിങ്ങൽകുത്ത്, പൂമല, സുരൻകുണ്ട് ഡാമുകൾ തുറന്നിട്ടുണ്ട്. കനത്ത മഴയിലും കാറ്റിലും ദേശമംഗലം തലശ്ശേരി പ്രദേശങ്ങളിൽ പരക്കെ നാശം. തലശ്ശേരി വെള്ളാട്ടുപീടികയിൽ അഷ്റഫിന്റെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. മരവൂർ ദേശമംഗലം റോഡിൽ മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും KSEB ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ എളവള്ളിയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കുന്നത്തുള്ളി പ്രസാദ് പണിക്കന്റെ വീട്ടിലെ കിണറാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. കിണറിനോട് ചേർന്നുള്ള മോട്ടോർ പുര, മോട്ടോർ അടക്കം താഴ്ന്നുപോയി. ചവക്കാട് മുതുവട്ടൂർ കോർട്ട് റോഡിൽ മരം കടപുഴകി വീണു. വർഷങ്ങളോളം പഴക്കമുള്ള മരം വലിയ ശബ്ദത്തോടെ റോഡിന് കുറുകെ വീഴുകയായിരുന്നു. 3 വൈദ്യുതി പോസ്റ്റുകളും ഒരു CCTV ക്യാമറയും തകർന്നു. ഈ സമയം ഇതുവഴി വാഹനങ്ങളും ആളുകളും കടന്നു പോകാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ഗുരുവായൂർ ഫയർഫോഴ്സും ചാവക്കാട് നഗരസഭയുടെ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നാട്ടിക ചേർക്കരയിൽ മരം വീണ് ഓട്ടോറിക്ഷയും വീടും ഭാഗികമായി തകർന്നു. ചേർക്കര ശാന്തി ലൈനിൽ ഉണിക്കണ്ടത്ത് മുഹമ്മദിന്റെ വീടിന് മുകളിലേക്കും വർക്ക്ഷോപ്പ് നടത്തുന്ന മുഹമ്മദിന്റെ മകൻ നജിന്റെ ഓട്ടോറിക്ഷയുടെ മുകളിലേക്കുമാണ് മരം വീണത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. വീടിന്റെ മുൻഭാഗത്തുള്ള ഇരുമ്പ് ഷീറ്റിട്ട ഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. പഴയന്നൂർ തെക്കേത്തറയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പഴയന്നൂർ ചെറുകര സ്വദേശി കുമരംകുടിയിൽ റജിയുടെ മകൻ 21 വയസ്സുള്ള ജിൻസനാണ് മരിച്ചത്. പഴയന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് തെക്കേത്തറ ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ജിൻസനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റത്തൂരിലെ കോപ്പിളിപ്പാടത്ത് വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. കോപ്പിളിപ്പാടം കൈതാരത്ത് ഫെൽവിന്റെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ മതിലാണ് നിലംപൊത്തിയത്. വെള്ളിക്കുളങ്ങര വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. പഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നെടുമ്പാൾ തീരദേശം, ജൂബിലി നഗർ, തൊട്ടിപ്പാൾ, മാടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. 6 പേരെ തൊട്ടിപ്പാൾ KSUP സ്കൂളിലെ ക്യാമ്പിലേക്കും 9 പേരെ പന്തലൂർ ജനത UP സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പറഞ്ഞു. പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ട് നേരിടുന്നത്. നന്ദിക്കര സ്കൂൾ, പോങ്കോത്ര സ്കൂൾ എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായും അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട തഹസിൽദാർ C നാരായണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ MB വേണുഗോപാൽ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസർ പ്രീതി സതീശൻ എന്നിവരും വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കയ്പമംഗലത്ത് കനത്ത മഴയിൽ അലങ്കാര മത്സ്യ യൂണിറ്റിന്റെ ഷെഡ് തകർന്നു. വഞ്ചിപ്പുര ബീച്ചിൽ പ്രവർത്തിക്കുന്ന വ്യാസ ഹാച്ചറിയുടെ മേൽക്കൂരയും ചുമരുമാണ് തകർന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ടാങ്കിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളും ചത്തു. കൈതവളപ്പിൽ ജഗദീശന്റെ ഉടമസ്ഥയിലുള്ള ഹാച്ചറിയാണ് തകർന്നത്. ഏകദേശം 2 ലക്ഷം രൂപയിലധികം നഷ്ടം കണക്കാക്കുന്നു. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും എടത്തിരുത്തിയിൽ കൃഷിനാശം. 100ഓളം കുലച്ചവാഴകൾ ഒടിഞ്ഞു വീണു. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് എടത്തിരുത്തി
മുനയം പ്രദേശത്ത് നടത്തിയിരുന്ന വാഴകൃഷിയും പച്ചക്കറി കൃഷിയുമാണ് നശിച്ചത്. 2.5 ഏക്കറോളം സ്ഥലത്ത് നടത്തിയിരുന്ന വാഴയിൽ 100ഓളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ നിലയിലാണ്. കൂടാതെ പടവലം, കയ്പ എന്നിവയും വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് 300ഓളം നേന്ത്രവാഴകളാണ് കൃഷിയിറക്കിയത്. ഇതിൽ വിളവെടുക്കാറായ 100ഓളം വാഴകളാണ് നശിച്ചത്. വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി സിദ്ദിഖ് പറഞ്ഞു. കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മുന്നുള്ള കൃഷിയാണിത്. ഓണം കണ്ടിട്ടാണ് ഈ നേന്ത്രവാഴ വെച്ചിട്ടുള്ളത്. 300ഓളം വാഴകൾ നമ്മൾ നട്ടിട്ടിരുന്നു. 2 ദിവസമായ കാറ്റിലും മഴയിലും 100ൽ കൂടുതൽ വാഴകൾ ഒടിഞ്ഞു വീണു. പിന്നെ 1 മാസം മൂപ്പുള്ള വാഴകളാണ്. അതുപോലെ തന്നെ പാവൽ, കയ്പ, പടവലം അതൊക്കെ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുകയാണ്. കനത്ത മഴയിൽ അന്തിക്കാട് മാങ്ങാട്ടുകരയിൽ വീട് തകർന്നു. കൊല്ലാറ രാമദാസിന്റെ വീടാണ് പൂർണ്ണമായി തകർന്നത്. കുറച്ചുനാൾ മുൻപുണ്ടായ മഴയിൽ വീടിന്റെ അടുക്കള ഭാഗം തകർന്നിരുന്നു. ഇതുമൂലം ഇവർ മാറി താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീട് പൂർണ്ണമായും നിലംപൊത്തിയത്. കോലഴിയിൽ മരം കടപുഴകി വീണ് കാർ തകർന്നു. കോലഴി ത്രിവേണി നഗറിൽ വില്ലുമംഗലം വീട്ടിൽ അനന്തപത്മനാഭന്റെ കാറാണ് തകർന്നത്. ചാലക്കുടി പുഴയിൽ കണക്കൻകടവിലെ ഷട്ടറുകൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MP ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് കത്തയച്ചു. ഷട്ടർ തുറക്കാൻ കഴിയാത്തതിനാൽ കുഴൂർ, അന്നമനട പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നു. വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയായതോടെ പുഴയുടെ തീരത്തുള്ളവർക്ക് ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്നു. വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറുന്നതിന് ഷട്ടറുകളുടെ ചോർച്ച കാരണമാകുന്നത് പതിവാണ്. എല്ലാ വർഷവും താൽക്കാലിക മണൽ തടയണ നിർമ്മിക്കുന്നതിന് 25 ലക്ഷത്തോളം രൂപയാണ് ചെലവാക്കുന്നത്. ഷട്ടറുകളുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കിയതിനാൽ ഈ ചെലവും ഒഴിവാക്കാനാകുമെന്നും ബെന്നി ബെഹനാൻ MP നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കാട്ടൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ചെമ്പൻചാൽ, മാവും വളവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. കനോലി കനാലിലേക്കും കരുവന്നൂർ പുഴയിലേക്കുമുള്ള ജലമൊഴുക്ക് കുറഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് പലരും ബന്ധുവീടുകളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായാൽ ക്യാമ്പുകൾ തുറക്കാൻ സജ്ജമാണെന്ന് കാട്ടൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷ്ടാവ് പണം കവർന്നു. ക്ഷേത്ര ഓഫീസിലും തിടപ്പള്ളിയിലും സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങളാണ് മോഷണം പോയത്. ഭണ്ഡാരങ്ങൾ എല്ലാം ക്ഷേത്രത്തിന്റെ പുറകിലേക്ക് കൊണ്ടുപോയി തകർത്താണ് പണം അപഹരിച്ചത്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3.5 പതിറ്റാണ്ട് പഴക്കമുള്ള ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിനകത്തും പുറത്തുമായി കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് സ്ഥിരം സംഭവമായി മാറി. കഴിഞ്ഞ ദിവസം 1-ാം നിലയിൽ നിന്നും പാരപ്പറ്റ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു. ഇഷ്ടിക ഭിത്തിയും കച്ചവടക്കാർ പ്രത്യേകമായി ഇട്ട ഷീറ്റുകളുമാണ് നിലം പതിച്ചത്. അപകട സ്ഥലത്ത് ആളുകൾ ഉണ്ടാകാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. പാരപ്പറ്റിൽ നിന്ന് ഇരുമ്പ് തൂണുകൾ ഘടിപ്പിച്ചാണ് മേൽക്കൂര നിർമ്മിച്ചിരുന്നത്. ചോർച്ച തടയുന്നതിന് നഗരസഭ ഏതാനും വർഷം മുമ്പ് ഷീറ്റിട്ട മേൽക്കൂര നിർമ്മിക്കുകയായിരുന്നു. ഇതിനുള്ള ഇരുമ്പ് പൈപ്പ് ഘടിപ്പിച്ചതാകട്ടെ പാരപ്പറ്റിന്റെ ഭിത്തിയിലും. ശക്തമായ കാറ്റടിക്കുമ്പോൾ ഷീറ്റുകൾ ആടിയുലയുന്നത് ഭിത്തികളെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ ഈ കെട്ടിടത്തിന് വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. ഇത് ഓരോ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു വന്നിരിക്കുകയാണ്. ഈ ബസ്സിൻ്റെ മുകളിലൊക്കെ ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപകടങ്ങൾ മുന്നിൽ കാണുകയാണ്. അതുകൊണ്ട് അധികാരികൾ എത്രയും വേഗം ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് സ്നേഹപൂർവ്വം താല്പര്യപ്പെടും. കെട്ടിടത്തിനോട് ചേർന്ന് ആൽമരത്തൈകൾ വളരുന്നതും കെട്ടിടത്തിന് ഭീഷണിയാണ്. നിരവധി തൈകളാണ് കെട്ടിടത്തിന് ചുറ്റും വളരുന്നത്. യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തും മുകളിലെ വർക്കിയുടെ ചെറിയ ഭാഗം ഇടിഞ്ഞു വീഴുന്നതും പതിവാണ്. TCV ന്യൂസ്, ചാലക്കുടി. H1N1 ബാധിച്ച് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പൊന്നാനി സ്വദേശിനി 46 വയസ്സുള്ള സൈഫുന്നീസയാണ് മരിച്ചത്. പനിയെ തുടർന്ന് ഞായറാഴ്ചയാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളിൽ H1N1 ആണ് ബാധിച്ചതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു.
വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരുമ്പാവൂരിൽ നിന്ന് അരിയുമായി വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് 200ഓളം അരിച്ചാക്കുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. വടക്കാഞ്ചേരി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് 3.5 മണിക്കൂർ സമയമെടുത്ത് ക്രെയിൻ ഉപയോഗിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഡ്രൈവർ നെന്മാറ സ്വദേശി ബെന്നി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിധീഷിന്റെ നേതൃത്വത്തിൽ SFRO സതീഷ് കുമാർ, ശിവപ്രസാദ്, സുഭാഷ്, കൃഷ്ണപ്രസാദ്, ഡ്രൈവർ മനു, അക്ഷയ്, ഹോംഗാർഡുമാരായ നാരായണൻകുട്ടി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലറും BJP നേതാവുമായ അഡ്വക്കേറ്റ് TD വെങ്കടേശ്വരൻ രാജിവെച്ചു. അഭിഭാഷക വൃത്തിയിലെ തിരക്ക് മൂലം കൌൺസിലർ എന്ന നിലയിൽ വാർഡിലെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാജിവെക്കുന്നതെന്ന് വെങ്കടേശ്വരൻ അറിയിച്ചു. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, BG ഉണ്ണികൃഷ്ണൻ, KR വിദ്യാസാഗർ, M മുരുകദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവ് നിറഞ്ഞതോടെ സഞ്ചാരികളുടെ തിരക്കേറി. പുഴ സുരക്ഷിതമായി കാണുവാൻ ഏറ്റവും അനുയോജ്യമാണ് ആറാട്ടുകടവും പരിസരവും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പുഴയിലെ കുത്തൊഴുക്ക് ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ആറാട്ടുകടവ് റോഡ് അവസാനിക്കുന്നത് പുഴക്കടവിലാണ്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ബലമേറിയ ഭിത്തിക്കരികിൽ നിന്നുള്ള വിശാലമായ പുഴയുടെ കാഴ്ച കാണാൻ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് എത്തുന്നത്. പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുന്നാന സ്വദേശികളായ പുഴങ്ങരയില്ലത്ത് വീട്ടിൽ ഫയാസ്, മണപ്പാട്ടുപറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. ജൂലൈ 3 ദുബായിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അരിമ്പൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയ ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകൂ എന്ന ദുബായ് പോലീസിന്റെ നിലപാട് മൂലമാണ് കാത്തിരിപ്പ് നീളുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തെക്കൂട്ട് അരുൺകുമാറിന്റെ മൃതദേഹം ഏത് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാനാവാത്ത അവസ്ഥയിലാണെന്ന് അരുണിന്റെ കുടുംബം പറയുന്നു. 20 വർഷം ദുബായിൽ ഇന്റീരിയർ ജോലികൾ ചെയ്തു വരികയായിരുന്ന അരുൺ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. ജൂലൈ 3 അരുണിനെ അൽ കരാമയിലുള്ള ഒരു റെസ്റ്റോറന്റിന് മുൻപിലെ പാർക്കിംഗ് ഏരിയയിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. 13 ദിവസമായിട്ടും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. പ്രവാസി സംഘടനകളും മറ്റുള്ളവരും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പോലീസുകളുടെ റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടവും തുടർന്നും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി ഇല്ലാത്തതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് വിവിധമായി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ദുബായ് റിഫ സ്റ്റേഷനിലെ പോലീസാണ് കേസെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാനായി അരുണിന്റെ സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രവർത്തകരും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് മൃതദേഹം കണ്ടെത്തി 2 ആഴ്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളായിട്ടില്ലെന്നാണ് അരുണിന്റെ കുടുംബം പറയുന്നത്. മരണത്തിൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഭാര്യയും 4 വയസ്സായ മകളും രോഗികളായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം തോരാത്ത കണ്ണീരുമായി കാത്തിരിപ്പ് തുടരുകയാണ്. ആ മുഖം അവസാനമായൊന്ന് കാണാനായി. TCV ന്യൂസ്, തൃശൂർ. പെരുമ്പിലാവ് കുറ്റിപ്പുറം പാതയിലെ വളയംകുളം ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. ബുധനാഴ്ച രാവിലെയാണ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണത്. ഈ സമയം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന 3 പേർ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വൻ അപകടമാണ് ഒഴിവായത്. അസ്ഹവ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ ആശ്രയമായിരുന്നു കാത്തിരിപ്പ് കേന്ദ്രം. കഴിഞ്ഞ 6 മാസത്തിലധികമായി കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചയുടെ വക്കിലായിരുന്നുവെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അപകടങ്ങൾക്ക് വഴിയൊരുക്കി ഉല്ലൂർ ചിയാരം സെന്ററിലെ കുഴികൾ. കുഴിയടക്കൽ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ശക്തമായ മഴ പെയ്താൽ വീണ്ടും കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്കും ജില്ലാ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി.
ആറ്റപ്പള്ളി പാലത്തിന്റെയും മാഞ്ഞാങ്കുഴി പാലത്തിന്റെയും ഷട്ടറുകളിൽ വന്നടിഞ്ഞ മാലിന്യങ്ങളും മരങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. ക്രെയിൻ ഉപയോഗിച്ചാണ് മരങ്ങൾ നീക്കം ചെയ്യുന്നത്. പുഴയിലൂടെ ഒഴുകിയെത്തുന്ന മരങ്ങളും മാലിന്യങ്ങളും ഷട്ടറുകളിൽ വീണ്ടും വന്നടിയുന്ന സാഹചര്യമാണുള്ളത്. പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടറിൽ മാലിന്യം വന്നടിയുന്നത് മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനിടയായി. 2 റെഗുലേറ്ററിന്റെയും എല്ലാ ഷട്ടറുകളും ഉയർത്തിയാണ് നിലവിൽ വെള്ളം തുറന്നുവിടുന്നത്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ അമിതമായ നിരക്ക് വർധനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പഴഞ്ഞി ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജെറുസലേമിൽ തന്നെ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് ആർ വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. പണി പൂർത്തിയാകാത്ത ആമ്പല്ലൂരിലെ തിയേറ്റർ സമുച്ചയത്തിന്റെ സ്ഥലപരിശോധനയ്ക്കിടെ പരസ്പരം പഴിചാരിയ അധികൃതർക്ക് കെ രാമചന്ദ്രൻ MLAയുടെ ശാസന. കരാർ കാലാവധി കഴിഞ്ഞിട്ടും പണി പൂർത്തിയാകാത്ത ഫിലിം ഡിവിഷൻ കോർപ്പറേഷന്റെ ആമ്പല്ലൂരിലെ തിയേറ്റർ സമുച്ചയത്തിന്റെ സ്ഥലപരിശോധനയ്ക്കിടെയാണ് പരസ്പരം പഴിചാരിയ അധികൃതരെ MLA ശാസിച്ചത്. തിയേറ്റർ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. അളഗപ്പ നഗർ പഞ്ചായത്ത് KSFDCയുടെ സഹകരണത്തോടെ പണിയുന്ന തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണ പരിശോധനയ്ക്കിടെയാണ് കോർപ്പറേഷൻ പ്രതിനിധികളും കരാർ കമ്പനി അധികൃതരും തർക്കമായത്. കോർപ്പറേഷൻ ചെയ്ത പണിയുടെ ബില്ലുകൾ അനുവദിക്കില്ലെന്ന് കരാർ കമ്പനിയും കൃത്യമായ ബില്ലുകൾ സമർപ്പിച്ചിട്ടില്ലെന്ന് കോർപ്പറേഷനും പരസ്പരം കുറ്റപ്പെടുത്തി. ഇതിനിടയിൽ കോർപ്പറേഷൻ പഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ട തുക 2 വർഷത്തോളമായി കുടിശ്ശികയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. ഇതോടെയാണ് MLA അധികൃതർക്ക് കടുത്ത ഭാഷയിൽ നിർദ്ദേശം നൽകിയത്. തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പുനരാരംഭിക്കാൻ സാധിക്കാത്ത പക്ഷം കരാർ റദ്ദാക്കാൻ MLA നിർദ്ദേശിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ 63 സെന്റ് സ്ഥലത്ത് കിഫ്ബി ഫണ്ട് 12 കോടി രൂപ വിനിയോഗിച്ചാണ് തിയേറ്റർ പണിയുന്നത്. നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പോളണ്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി ആഷിഖ് രഘുവിന്റെ മരണത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി പോളണ്ട് സർക്കാരിന്റെ അറിയിപ്പ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MPക്ക് ലഭിച്ചു. VK ശ്രീകണ്ഠൻ MP ഇന്ത്യൻ എംബസി വഴി നടത്തിയ നിരന്തര ഇടപെടലുകളാണ് അടിയന്തര ഉന്നതതല അന്വേഷണത്തിലേക്ക് വഴിവെച്ചത്. കഴിഞ്ഞ ഈസ്റ്റർ രാത്രിയിൽ പാർട്ടി കഴിഞ്ഞെത്തിയ ആഷിഖ് രഘുവിനെ കിടക്കയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം പോലും നടത്താതെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. സംശയം തോന്നിയ വീട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് മരണകാരണം തലയ്ക്ക് അടിയേറ്റതാണെന്ന് മനസ്സിലായത്. കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്താൻ പോളണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിനും പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർക്കും എംബസി ഇൻചാർജിനും VK ശ്രീകണ്ഠൻ MP കത്ത് നൽകിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം വരവായി 4,72,69,284 രൂപയും 2 കിലോ 133 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും 10 കിലോ 340 ഗ്രാം വെള്ളിയും ലഭിച്ചു. നിരോധിച്ച 2000 രൂപയുടെ 15 നോട്ടും 1000 രൂപയുടെ 5 നോട്ടും 500ന്റെ 48 നോട്ടുകളും ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചു. ഈ ഭണ്ഡാരം വഴി 3,50,212 രൂപയുമാണ് ദേവസ്വത്തിന് ലഭിച്ചത്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം കിഴൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും അനയൂട്ടും നടന്നു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. കടവലൂർ ദേവസ്വം ഓഫീസർ അന്തിക്കാട് രാമചന്ദ്രൻ, കുന്നംകുളം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആനയൂട്ടിൽ 22 ആനകൾ പങ്കെടുത്തു. ആനയൂട്ടിൽ പങ്കെടുത്തവർക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദവും ഊട്ടുപുരയിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. സംഘാടക സമിതി ഭാരവാഹികളായ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PG റോയ്, സെക്രട്ടറി മധു K നായർ, ട്രഷറർ K ദിനേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി MP പ്രകാശ്, സംയുക്ത ഉത്സവ സമിതി പ്രസിഡന്റ് ദിവാകരൻ, സെക്രട്ടറി C പ്രവീൺ കുമാർ, കൺവീനർ അജീഷ് എന്നിവർ നേതൃത്വം നൽകി. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പാട് ചന്തപ്പടിയിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ, ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KU ജാബിർ, ബ്ലോക്ക് ട്രഷറർ TM ഷഫീഖ് എന്നിവർ സംസാരിച്ചു.
മയക്കുമരുന്നടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പുത്തൻകടപ്പുറം താഴത്തുവീട്ടിൽ വലിയോൻ എന്ന റിൻഷാദിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് CI BV വിമൽ, സബ് ഇൻസ്പെക്ടർ KR റെമിൻ, CPOമാരായ വിനോദ്, ബൈജു, റോബർട്ട്, അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റും കേരള ഖാദി അസോസിയേഷൻ മുൻ സെക്രട്ടറിയും ഖാദി ഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ B. കേശവൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ MA ഉസ്മാൻ, CG ജോൺ, TN നമ്പീശൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിനും കർക്കിടക കഞ്ഞി വിതരണത്തിനും തുടക്കമായി. തൃശൂർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ജഡ്ജ് R. ശ്രീവത്സൻ രാമായണ മാസാചരണത്തിന്റെയും ഔഷധക്കഞ്ഞി വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ കീഴ്മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ചന്ദ്രശേഖര മേനോൻ, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് നാരായണൻകുട്ടി, രശ്മി ടീച്ചർ, പുലിയം തൃക്കോവിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് M. നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് നാരായണൻ, സെക്രട്ടറി ബാബുരാജ് പാറമേൽ, ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ എന്നിവർ സംസാരിച്ചു. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ ഇടുന്നതിനെടുത്ത കുഴികൾ അപകട ഭീഷണിയാണെന്ന് ആരോപിച്ച് കേരള കോൺഗ്രസ് പ്രതിഷേധിച്ചു. പ്രതിഷേധയോഗം കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് TC ബാബു ഉദ്ഘാടനം ചെയ്തു. വേലൂർ മണ്ഡലം പ്രസിഡന്റ് AT ഡേവിസ്, വാസു കുന്നത്തുപുരയ്ക്കൽ, സേവി പുറത്തൂർ, അപ്പു കുന്നത്തുപുരയ്ക്കൽ, കുഞ്ഞുണ്ണി കുന്നത്തുപുരയ്ക്കൽ, ഉണ്ണികൃഷ്ണൻ കുന്നത്തുപുരയ്ക്കൽ, സുനിത കുട്ടപ്പൻ എന്നിവർ പങ്കെടുത്തു. തങ്ങളുടെ കളിസ്ഥലം കവർന്നെടുക്കുന്ന മണൽ മാഫിയയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. കൊടുങ്ങല്ലൂരിന് സമീപം എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിൽ ഉൾപ്പെട്ട അഴീക്കോട് പൂച്ചക്കടവ് പ്രദേശത്ത് മണൽ മാഫിയ കരഭൂമി കുഴിച്ചെടുക്കുകയാണ്. ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായി തുറമുഖ വകുപ്പ് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ വ്യാപകമായി കൊള്ളയടിക്കുന്നതിനെതിരെ ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്ലബ് പ്രവർത്തകർ പ്രദേശത്തെ വീടുകളിൽ ഒപ്പുശേഖരണം നടത്തി. നാട്ടുകാരുടെ നിവേദനം ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. നിയമാനുസൃതമുള്ള മണൽ വാരലിന് തങ്ങൾ എതിരല്ലെന്നും ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ രാത്രിയുടെ മറവിൽ കൊള്ളയടിച്ച് പൂച്ചക്കടവിന്റെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നവർക്കെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും യുവാക്കൾ പറയുന്നു. ഈ കര ഇവിടെ നിന്ന് കാർന്നു തിന്നിരിക്കുന്നു മണൽ മാഫിയ. കരയിലൂടെ ഇപ്പൊ പുഴയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. അന്നത്തെ കാലത്ത് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇതിനെതിരെ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. മണൽ മാഫിയയുടെ ഗുണ്ടായിസം കാരണവും അവരുടെ ഭീഷണിയും മറ്റു കാര്യങ്ങൾ കാരണം അന്നത്തെ നാട്ടുകാർ ഇതിന് പിന്തിരിഞ്ഞു പോവുകയും ഇതിന്റെ ഇരുട്ടിന്റെ മറവിൽ ഇവർ കടന്നു വരികയും ഈ മണൽ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ചെയ്തിരുന്നത്. 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി കരയിൽ നിർമ്മിച്ച ഹാർബർ കെട്ടിടം ഇപ്പോൾ പുഴയുടെ നടുവിലാണുള്ളത്. 2015-ൽ 21 ഏക്കറിൽ പൂച്ചക്കടവിൽ വീണ്ടും ഡ്രഡ്ജ് ചെയ്ത സെന്ററിന്റെ പകുതിയിലേറെ ഭാഗവും മണൽ മാഫിയ കൊള്ളയടിച്ചു കഴിഞ്ഞു. ദിനം പ്രതി 30-ലധികം വഞ്ചികളാണ് പൂച്ചക്കടവിൽ മണൽക്കൊള്ള നടത്തുന്നത്. അനധികൃത മണൽവാരൽ മൂലം പൂച്ചക്കടവിലെ നിർദ്ദിഷ്ട ഫിഷ് ലാൻഡിംഗ് സെന്ററും യുവാക്കൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച ഫുട്ബോൾ ടർഫും സ്വപ്നമായി മാറും. ഇപ്പോൾ മണലെടുത്ത് ആദ്യത്തെ 5 ഏക്കർ തീർന്നതുപോലെ ഏകദേശം 21 ഏക്കറിന്റെ പകുതിയോളം, അതായത് 10 ഏക്കർ ഭൂമിയോളം ഈ മണൽ മാഫിയ കാരണത്തിൽ നിന്നിരിക്കുന്നു. 16 മുതൽ ഈ കാലയളവിൽ വരെ മണൽ മാഫിയ എടുത്ത് തീർന്നിരിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ അധികാരികളിലെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൃത്യമായി മണ്ണെടുത്ത് പോകുന്നത് കൃത്യമായി ന്യൂസ് ചെയ്യുകയും അറിയിക്കുകയും ചെയ്തിരുന്നു. യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഓഖിയും പ്രളയവും വന്ന കാലങ്ങളിൽ പൂച്ചക്കടവ് പ്രദേശത്തെ സംരക്ഷിച്ചത് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഭൂമിയാണ്. ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ റിസ്വാൻ, സെക്രട്ടറി സമദ്, ട്രഷറർ റോഷൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഇർഫാൻ, ഫഹദ്, മിഷാൽ, നസറുള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽക്കൊള്ളയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. TCB ന്യൂസ്, കൊടുങ്ങല്ലൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അവണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്നേഹസ്പർശം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് അവണൂർ അധ്യക്ഷത വഹിച്ചു. PV ബിജു, IR മണികണ്ഠൻ, അനിൽ സാമ്രാട്ട്, സുകുമാരൻ വെളപ്പായ തുടങ്ങിയവർ സംസാരിച്ചു. അവണൂർ പഞ്ചായത്തിലെ 3ാം വാർഡിലെ കുടുംബങ്ങൾക്ക് അരി, പലവ്യഞ്ജനങ്ങൾ എന്നിവ അടങ്ങിയ കിറ്റുകളും കുടുംബശ്രീ പ്രവർത്തകർക്ക് മഴക്കൂട്ടുകളും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു.
മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ പൊതുയോഗം നടത്തി. കനാണി മരിയ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കോൾ കർഷക സമിതി പ്രസിഡന്റ് MP മോഹനൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PP ഹരീഷ് കർഷകർക്കുള്ള ധനസഹായത്തെക്കുറിച്ച് വിശദീകരണം നടത്തി. ഈ വർഷം ഓഗസ്റ്റ് 1 മുതൽ പമ്പിംഗ് ആരംഭിക്കുവാനും വെള്ളം വറ്റിവരുമ്പോൾ ഉഴുതുമറിച്ച് ഉമാവിത്ത് വിതയ്ക്കുന്നതിനും കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കൃഷിവകുപ്പിന്റെ ഡബിൾ കോൾ പദ്ധതിയിൽ 100 ഏക്കർ പുഞ്ചകൃഷി ഇറക്കുന്നതിനും തീരുമാനിച്ചു. അംഗങ്ങളായ MG മോഹൻദാസ്, KK ഗൗതമൻ, MB സുരേഷ്, PS ദിനേശൻ, KK രാമദാസ്, പ്രജ്ഞൻ കുന്നത്തുള്ളി, PP ജോസ്, TV അജയൻ, TS വിശ്വനാഥൻ, NR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും എരുമപ്പെട്ടി പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം ഭരണസമിതി അംഗവുമായിരുന്ന V കേശവൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഭരണസമിതി അംഗവും മുൻ മണ്ഡലം പ്രസിഡന്റുമായ MA ഉസ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഭരണസമിതി അംഗങ്ങളായ CP ചാക്കുണ്ണി, CG ജോൺ, KG വിനോദിനി, KR രാധിക, സംഘം ജീവനക്കാർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. കണ്ടച്ചങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് ശ്രീഹായുടെ തിരുനാളിന് ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ കൊടിയേറ്റി. ജൂലൈ 24, 25 തീയതികളിലാണ് തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ച് 24-ാം തീയതി വൈകിട്ട് 5:30 കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ കർമ്മമുണ്ടാകും. തിരുനാൾ ദിവസമായി 25-ാം തീയതി 10 മണിക്കുള്ള തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പുഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവ ഉണ്ടാകുമെന്ന് വികാരി ഫാദർ ജോസ് ചാലക്കൽ അറിയിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6835 രൂപ, പവന് 54,680 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3633 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ കനത്ത മഴ തുടരും. ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതപ്പേറ്റിൽ 62 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി. പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 4 ഭണ്ഡാരങ്ങളിലെ പണം കവർന്നു. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം ജീർണാവസ്ഥയിൽ. കെട്ടിടത്തിൽ നിന്ന് കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് പതിവായി മാറി. H1N1 ബാധിച്ച് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പൊന്നാനി സ്വദേശിനി അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ സൈഫുൽ നിസയാണ് മരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.